ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജിസൈൽ തക്രാർ ഇന്ന് എവിക്റ്റഡ് ആയിരിക്കുകയാണ്. ഒരു ചെറിയൊരു ടാസ്കിലൂടെയാണ് ഇന്ന് എവിക്ഷൻ നടന്നിട്ടുള്ളത്. ജിസൈൽ പോയതുകൊണ്ട് ആര്യൻ പൊട്ടി കരയണം. സത്യത്തിൽ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. പിന്നെ ജിസൈലിൻ്റെയും ആദിലയുടെയും ഫ്രണ്ട്സ് ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ അനുമോളെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആര്യനെയും പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഇഷ്ടപ്പെട്ട ഒരു കത്തെഴുതി കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കത്തെഴുതി കൊടുത്ത് പിന്നെ അവർ രണ്ടുപേരെയും വേറൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് കയറാനുള്ള വ്യക്തി പിന്നെ പ്രധാന വാതിലിലൂടെ വരും. അവിടേക്ക് ആര്യനോടും പിന്നെ അനുമോളോടും ചെല്ലാൻ പറയും. ബാക്കി എല്ലാവരും വീടിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കാനാണ് പറയുന്നത്. അങ്ങനെ അവിടെ എത്തുന്നു. അപ്പോൾ പ്രധാന വാതിലിലൂടെ നമ്മുടെ ആദില കടന്നു വരുന്നു. ജിസൈൽ എവിക്റ്റഡ് ആണ് എന്നാണ് അറിയുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ആര്യൻ പൊട്ടിക്കരയാണ്. സത്യത്തിൽ ഒരുപാട് വിഷമം തോന്നി. ഇതാണ് കൂട്ടുകാർ തമ്മിൽ പിരിയുമ്പോൾ ആർക്കായാലും വിഷമം തോന്നില്ല. അതിനെ ആര്യൻ അവരത്രയ്ക്ക് നല്ലൊരു റിയൽ ഫ്രണ്ട്സാണ്. പിന്നെ അപ്പോൾ ജിസൈൽ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ആര്യ നീ നന്നായി ഫുഡ് കഴിക്കണം എന്നൊക്കെ ആര്യനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി അപ്പോൾ ശരിക്കും ജിസൈൽ ഇന്ന് പുറത്താവുക തന്നെ ചെയ്തു. സത്യത്തിൽ ജിസൈൽ ഒരുപാട് നല്ലൊരു വ്യക്തിയാണ്. ജിസൈലിൻ്റെ സംസാരം കേൾക്കാനും നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ജിസൈൽ നല്ല സ്നേഹത്തോടു കൂടി ആ വീട്ടിലുള്ള എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ജിസൈലിൻ്റെ ഈ ഒരു പുറത്താകൽ നടന്നിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ജിസൈൽ എല്ലാവരോടും ചിരിച്ച് കളിച്ചിട്ട് തന്നെയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി അത്രയും പേരുണ്ട്. പക്ഷേ ആര്യൻ്റെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. നല്ലൊരു ഫ്രണ്ട്സായിട്ടാണ് അവരവിടെ നിന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഈ ടി വിയിലൂടെ കാണുന്നത് മാത്രമല്ലേ കാണുന്നുള്ളൂ. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ അതേക്കുറിച്ച് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്.